സംശയങ്ങൾക്ക് മറുപടി തരാൻ സുരേഷ് സാർ ഇതാ റെഡിയാണ്. ടോക്ക് ഇറ്റ് ഈസി, ടോക്ക് ഇറ്റ് ഈസി. മഞ്ജു, ഹെഡ് ഓഫീസിലേക്കുള്ള കത്ത് അയച്ചിരുന്നോ? ഓ, എന്നാ ഫയൽ ഒന്ന് കൊണ്ടുവരൂ. ഇന്നെന്താ മഞ്ജു വലിയ ദേഷ്യത്തിലാണല്ലോ? ഒന്നും പറയണ്ട സാർ, രാവിലെ തന്നെ വലിയ വഴക്കുണ്ടാക്കിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. ആരുമായിട്ട്? അനിയത്തിയുമായിട്ടോ? അവളായിട്ട് തന്നെ, അല്ലാണ്ട് ആരോടാ? അല്ല, ഇന്നെന്നും പറഞ്ഞായിരുന്നു വഴക്ക്. 2 ദിവസമായി അവളെന്റെ പുറകെ കൂടിയിരിക്കുകയാണ്. അവക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വോട്ട് ചെയ്യണമെന്ന്. അതൊരു നല്ല കാര്യമല്ലേ? ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനുള്ള യുവാക്കളുടെ ആഗ്രഹത്തെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലാട്ടോ. സാറേ, വോട്ടെടുപ്പ് ദിവസം നേരെ അങ്ങ് ബൂത്ത് കയറി ചെന്ന് വോട്ട് ചെയ്ത് വരാന്നാണ് അവളുടെ വിചാരം. അത് മതിയല്ലോ. അതിനാണോ മഞ്ജു ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? സുരേഷ് സാറേ, വോട്ട് ചെയ്യണമെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വേണ്ടേ, വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് വേണ്ടേ? ഇതൊന്നും ഇല്ലാതെ നേരെ അങ്ങ് കയറി ചെന്ന വോട്ട് ചെയ്ത് ഇറങ്ങി വരാൻ പറ്റുമോ? ഓ, ഇതാണ് ഇത്ര വലിയ കാര്യം. അനിയത്തിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 19 വയസ്സ്. പക്ഷെ സ്വഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ 91 വയസ്സ് പോലെയുള്ളത്. 1/1/2001 മുമ്പ് ജനിച്ച ഏതൊരു ഇന്ത്യൻ പൗരനും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. സാറ് തമാശ പറയാ? ഈ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ ഇടയിലാണോ ഞാൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവളുടെ പേര് ചേർക്കാൻ വേണ്ടി നടക്കുന്നത്? ഇപ്പോഴും ചേർക്കാം. മാർച്ച് 25 വരെയും വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാം. സാറേ, അതിനൊക്കെ നടക്കാൻ ആർക്കാ ഇവിടെ സമയം? എത്ര ഓഫീസ് കയറി ഇറങ്ങേണ്ടി വരും അതിനൊക്കെ? ഒരിടത്തും കയറിറങ്ങണ്ട. വോട്ടർ പട്ടികയിലെ വീട്ടിൽ ഇരുന്നുവരെ പേര് ചേർക്കാം. ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ മൊബൈൽ ആപ്പായ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന ആപ്പ് ഉപയോഗിച്ച് പേര് ചേർക്കാം. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.nvsp.in കയറി ഫോം 6 പൂരിപ്പിച്ചു കൊടുത്താൽ നമുക്ക് വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാം. തിരിച്ചറിയൽ കാർഡ് കിട്ടുകയും ചെയ്യും. പിന്നെ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വോട്ടേഴ്സ് ഐഡി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഫോട്ടോ പതിച്ച ഔദ്യോഗികമായ മറ്റേതെങ്കിലും തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് നമുക്ക് വോട്ട് ചെയ്യുകയും ചെയ്യാം. ഇതിനൊക്കെ ഏതെങ്കിലും ജനസേവന കേന്ദ്രത്തിൽ പോയാലും മതി. പേര് ചേർക്കണമെങ്കിൽ എന്തൊക്കെ രേഖയാ സാറേ വേണ്ടത്? പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പിന്നെ പ്രായവും പേരും തെളിയിക്കുന്നതിന് സ്കൂൾ SSLC ബുക്കോ സ്കൂൾ സർട്ടിഫിക്കറ്റോ, അല്ലെങ്കിൽ ആധാർ കാർഡിന്റെയോ പാൻ കാർഡിന്റെയോ ഡ്രൈവിംഗ് ലൈസൻസിന്റെയോ കോപ്പി. മേൽവിലാസം തെളിയിക്കുന്നതിന് റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒന്ന്. ഈ രേഖകൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ പേര് കൃത്യമായി നമ്മുടെ ബൂത്തിൽ തന്നെ ഉൾപ്പെട്ടു വരുന്നതിന് നമ്മുടെ വീട്ടിലെ ആരുടെയെങ്കിലുമോ അല്ലെങ്കിൽ തൊട്ടടുത്ത അയൽവാസിയുടെയോ തിരിച്ചറിയൽ കാർഡിന്റെ നമ്പർ നൽകണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഏത് വ്യക്തിയുടെ തിരിച്ചറിയൽ കാർഡിന്റെ നമ്പറാണോ നമ്മൾ നൽകുന്നത് ആ വ്യക്തി വോട്ടർ പട്ടികയിൽ നമ്മുടെ ബൂത്തിൽ തന്നെ ഉൾപ്പെട്ടു വരുന്ന വ്യക്തിയായിരിക്കണം. അയ്യോ സാറേ, ഇതൊക്കെ ഇത്ര സിമ്പിൾ ആയിരുന്നോ? അവളോട് വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നതിന്റെ മുന്നേ ഞാൻ സാറിനോടൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. അത് ഒരു കാര്യം ചെയ്യാം, ഞാനേ അവളിത് വിളിച്ചു നോക്കട്ടെ. ഡീ, നീ എവിടെയാ? ഒരു കാര്യം ചെയ്, ലഞ്ച് ബ്രേക്ക് ആവുമ്പോഴേ നേരെ ഇങ്ങ് ഓഫീസിലേക്ക് പോരെ. നിനക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം അങ്ങ് നടത്തി തന്നേക്കാന്ന് വിചാരിച്ചിട്ടാ. ഓ ഓ നല്ല കാര്യം, നല്ല കാര്യം, സമ്മതിച്ചു. ഓ എന്റെ സാറേ, പിന്നെയും പ്ലിങ് അവൻ നമ്മൾ തന്നെ. ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? അവള് നേരെ ചെന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് സൈറ്റിലൊക്കെ കയറി അത് രജിസ്റ്റർ ചെയ്ത് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടേ അവളുടെ വക ഒരു ഉപദേശം ഇങ്ങോട്ടേക്ക്, വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്റെ പേരുണ്ടോന്ന് ഞാനൊന്ന് ഉറപ്പ് വരുത്തിക്കോളാൻ, ഇല്ലെങ്കിൽ അവളോട് പറയാൻ. ആഹാ, അത് കൊള്ളാം. എന്തായാലും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.ceo.kerala.gov.in എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറായ 1950 വിളിച്ചാൽ നമുക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടോന്ന് പരിശോധിക്കാൻ പറ്റും. എന്തായാലും അനിയത്തി പറഞ്ഞതുപോലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോന്ന് മഞ്ജു ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. യൂട്യൂബ്